രണ്ടുപേരുടെ ലുക്ക് സ്വാഗ് അതിനേക്കാൾ അനിരുദ്ധിന്റെ BGM-ഉം പക്ക അന്യായ സാധനം. ഡബിൾ ഹാപ്പി സംഭവം ഇത് തന്നെ പ്രതീക്ഷിച്ചത്. ഹേ സിനിമേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സിനിമയിലെ രണ്ട് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഒന്നിക്കുന്ന ബ്രഹ്മാണ്ഡ സംഭവം. സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഡയറക്ടർ നെൽസൺ, മ്യൂസിക് സെൻസേഷൻ അനിരുദ്ധ്. ദ ഹൈപ്പ് ഈസ് റിയൽ. അപ്പോൾ ദ മോസ്റ്റ് അവൈറ്റഡ് നെൽസന്റെ കമൽഹാസൻ ആൻഡ് രജനീകാന്ത് സിനിമയുടെ പ്രൊമോ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് തിയേറ്റേഴ്സിൽ റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് വരുന്ന ചെറിയൊരു ഗ്ലിംസ് ആണ്. പക്ഷേ അത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ഒരു പടത്തിനേക്കാൾ ഹൈപ്പ് ആ ഒരു പ്രൊമോയ്ക്ക് തന്നെയെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ സംഭവമായിരിക്കും. അപ്പോൾ എന്തായാലും കണ്ടിറക്കി മുടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ അല്ല അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു പ്രൊമോ കണ്ടോ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്കാം. കത്തിച്ചിരിക്കും, ഉറപ്പായിട്ടും കത്തിക്കും. പൊളി പ്രൊമോ എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി, കിട്ടില്ല സാധനം, കത്തിച്ചിരിക്കും അവന്മാര്. ഓക്കെ, ഹൈപ്പ് കിട്ടിയോ? വിചാരിച്ചതിനെക്കാട്ടിയും കിടിലമായിരുന്നു. നെൽസൺ, കമൽഹാസൻ, രജനീകാന്ത് എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആണ്. ജയിലർ 2 കഴിഞ്ഞിട്ട് നമുക്കൊരു കിടിലം പടമായിരിക്കും ഇത് കിട്ടാൻ പോണത്. 100% അഷ്വറൻസ്. കോളിവുഡിൽ ഒരു 1000 കോടി എന്ന് പറയാനുള്ള സംഭവമായിരിക്കും കൺഫേം ആയിട്ട്. രണ്ടുപേരുടെ ഫാൻസ് വിചാരിച്ചാൽ മാത്രം മതിയല്ല, 1000 കോടിയൊക്കെ പുട്ടുപോലടിക്കും. എന്നാലും 3 മിനിറ്റിൽ ആ ഒരു സാധനം തരാന്ന് പറഞ്ഞ റിസ്ക് ആണ്. അത് തിയേറ്റർ നമുക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ടൈം അത് ഇട്ട് തരണമെങ്കിൽ നമ്മളത് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രമാത്രമാണെന്ന് ബ്രോ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞല്ലോ ഒന്നുകൂടി ഇട്ട് തരാനായിട്ട്. അതിന്റെ ഒരു ഹൂക്ക് ഇപ്പോഴും പോയിട്ടില്ല. ആ ലെവൽ സാധനം. ഇവരെ പ്രസന്റ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന പ്രസന്റ് ചെയ്തേക്കുന്ന രണ്ടുപേരുടെ ലുക്ക് സ്വാഗ് അതിനേക്കാൾ അനിരുദ്ധിന്റെ BGM-ഉം പക്ക അന്യായ സാധനം. ആ ജയിലർ 2 പ്രൊമോയ്ക്ക് മുകളിലാണ്. അതിനൊക്കെ കട്ടി പീക്ക് സാധനം. അത് കുറച്ച് കോമഡി ആയിരുന്നു. ഇതിനകത്ത് അൾട്രാമാസ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. സംഭവമാണ് എന്തായാലും പക്കാ പൊളി. ഓക്കെ, ഇതിപ്പം എന്ത് പറഞ്ഞാലും ഹൈപ്പിങ് തന്നെ, അത് ഇങ്ങോട്ട് ഡൗൺ ആവാൻ ഒരു ചാൻസ് പോലും ഇല്ല. ഇത് പടം ഇപ്പം ഇവർ രണ്ടുപേരെ കാണാനായിട്ട് തന്നെ നമ്മൾ പോയിരിക്കും എന്തായാലും. അത് നമ്മളിപ്പോൾ ഈ നെൽസന്റെ ഇങ്ങനത്തെ ഒരു പ്രൊമോ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇവരുടെ പ്രത്യേകിച്ച് തലവരുടെ സ്വാഗ് ഒരു രക്ഷയില്ല. നമുക്കിപ്പോൾ റീസെന്റ് വന്നപ്പം വേട്ടനായപ്പോൾ ഈ ഒരു പരിപാടി കിട്ടിയിട്ടില്ല. ഇതിനകത്ത് ചുമ്മാ ആള് തൂക്കി. പിന്നെ പുള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് പറയുമായിരുന്നു വീണ്ടും ഒന്നുകൂടെ കാണുമെന്ന്. അപ്പോൾ രണ്ടുപേരും പിന്നെ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ. എല്ലാവരും ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഏജ് ഒരു ക്യാരക്ടർ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള ഒരു ഇതാണ്. അത് അതിനെക്കാട്ടി കൂടുതൽ ഇവർ 45 വർഷത്തിന് ശേഷമുള്ള ഒരു റിയൂണിയൻ ആണല്ലോ. അത് എന്തായാലും ഉറപ്പായിട്ട് കത്തിക്കും. കൊല്ലമാസ് വെയിറ്റിംഗ്. പിന്നെ അനിരുദ്ധിന്റെ BGM കൂടെ ആകുമ്പം ഷുവർ ഷോട്ട്. ജയിലർ 2 ഓൾറെഡി ഒരു പ്രൊമോ വന്നു, അതിന് മുകളിലാണ്. അങ്ങനെയാണ് അതിന് മുകളിലാണ്. പക്ഷെ അത് നമുക്ക് അത്ര തോന്നിയില്ലായിരുന്നു. അത് ഇതൊക്കെ ഹൈപ്പ് വന്നിട്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷക്കത്ത് വന്നില്ലായിരുന്നു. പക്ഷെ ഇതിൽ വന്നപ്പം ഡബിൾ ഹാപ്പി സംഭവം. അടിപൊളി സൂപ്പർ. പ്രതീക്ഷിച്ച സംഭവം ഇത് തന്നെ പ്രതീക്ഷിച്ചത്. ജയിലർ 2 ഓൾറെഡി ഒരു പ്രൊമോ ഇറക്കിയതാണ്. അതിന് ഇത് ജയിലർ 2 ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കമൽഹാസനോട് വന്നപ്പോൾ ഒരു ഇത് എങ്ങനെയുണ്ട്? കമൽഹാസനെ കാണാനാണ് വന്നത്. അടിപൊളി, രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട്. പ്രസന്റേഷൻ രണ്ടുപേരും ഒരു ക്യാരക്ടർ അടിപൊളി. BGM-ഉം കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള ഒരു ഹൈപ്പിലായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ആ ഒരു നെൽസൺ സംഭവം ഉറപ്പായിട്ടും എനിക്ക് ഫീൽ ആയി. എനിക്ക് ഞാൻ ഒന്നുകൂടെ റീവാച്ച് വെച്ച് ഞാൻ ഓക്കെ. ആ ഒരു 3 മിനിറ്റിൽ ആ ഒരു സിനിമയുടെ കിട്ടി. ജയിലർ 2 ഒരു ഫൺ ആയിട്ടുള്ള ഒരു പ്രൊമോ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഇതിലെങ്ങനെയാണ് വന്നപ്പോഴത്തേക്കും? എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല. ഞാനൊരു ഫാൻ ബോയ് അത്രയും എന്തായാലും ഫാൻ ബോയ് സംഭവം ആയിരിക്കും. ഉറപ്പായിട്ടും. ഓക്കെ, ബ്രോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഗ്ലിംസ്? അടിപൊളിയായിരുന്നു, കിടിലായിരുന്നു. അതിൽ ഞാൻ വിചാരിച്ചത് ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പ് പടമായിരിക്കും. പക്ഷെ മൊത്തത്തിലൊരു റെട്രോ കൂൾ പടത്തിലാണ് വന്നത്. അതിൽ തലൈവർ മൊത്തത്തിൽ തൂക്കി. രണ്ടുപേരും പ്രസന്റ് ചെയ്ത് കിടന്നോട്ടെ. അതും ഇവർ രണ്ടുപേരും ഈ ഒരു ലുക്കിൽ ഫസ്റ്റ് ടൈമാണ് പ്രസന്റ് ചെയ്യുന്നത്. അതിനകത്ത് നെൽസൺ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ജയിലർ 2 കൂടെ ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കൊണ്ടുവരെ ഹൈപ്പായിരിക്കും. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? നമ്മളെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസിനെ സംഭവം കൊള്ളായിരുന്നു. നല്ല കമൽഹാസനൊക്കെ നല്ല ഇതായിരുന്നു. ഒരുമിക്കുന്ന ഒരു ഹൈപ്പ് കിട്ടി. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എങ്ങനെയുണ്ട് പ്രൊമോയുടെ ഒരു എക്സ്പീരിയൻസ്? കൊള്ളാം, അടിപൊളി. രജനീകാന്ത് അടിപൊളി. ജസ്റ്റ് ഒരു 3 മിനിറ്റ് സംഭവമാണ്. ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? പക്ഷെ കൊള്ളാം. രജനീകാന്തും കമൽഹാസനൊക്കെ ഓക്കെ. ആ ഒരു പ്രസന്റേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സ്ക്രീൻ പ്രസൻസ് ഒക്കെ നൈസ് ആയിട്ടുണ്ട്. ഓക്കെ. ബ്രോ എങ്ങനെയുണ്ട് ഒരു 3 മിനിറ്റ് പ്രൊമോ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്? എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു രണ്ടുപേരും. കൊള്ളായിരുന്നു. നല്ല പടം. കത്തി തിയേറ്റർ അടിപൊളിയായിരുന്നു. സൂപ്പറായി. ഓക്കെ, അത്രേ ഉള്ളൂ. അടിപൊളിയാണ് കാണാൻ. രണ്ടുതവണ ഇട്ട് തന്നെ നമുക്ക് വേണ്ടി കൊള്ളാം. ബ്രോ എങ്ങനെയുണ്ട്? എല്ലാവരും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ എന്താണ്? പ്രൊമോ നല്ലതായിരുന്നു. കമൽഹാസനും രജനീകാന്തും ആയിരുന്നു ഏറ്റവും നല്ല. കുറെ നാൾക്ക് ശേഷം അവരെ ഒന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സംഭവം ലോഡിങ്. ഓക്കെ. പിന്നെ അനിരുദ്ധ ബൂസ്റ്റ് ആകും പരമാവധി എന്നാണ് പ്രതീക്ഷ. കൊള്ളാം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കാണാനുള്ള സാധനം ഉണ്ട് എന്തായാലും. ഉണ്ട് തിയേറ്ററിൽ. അത് പിന്നെ രണ്ടുപേരും റീയൂണിയൻ അല്ലേ, കാണും. ഓക്കെ.